ഭാഗമായി മുൻപോട്ട് പോകും. കർത്താവ് എല്ലാ കാര്യങ്ങളെയും അനുഗ്രഹമായി ശബ്ദമായി ചെയ്യുവാൻ ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് കേൾപ്പിക്കാം. കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച മെസ്സേജിന്റെ ഒരു തുടർച്ച, ഒന്ന് രണ്ട് വാക്കുകൾ മാത്രമൊന്ന് വായിച്ച് ഞാൻ പ്രാർത്ഥിച്ച് ശുശ്രൂഷകൾ പ്രിയ ശിശുക്കൾ കൈമാറുവാൻ താല്പര്യപ്പെടുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയിൽ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക എന്നുള്ളൊരു ചിന്തയാണ് നാം ചിന്തിച്ചത്. നിങ്ങളുടെ ഓർമ്മയിലുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് ഉയരത്തിലേക്ക്, ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ഉയരത്തിലേക്ക്, ദൂതന്മാർ സംസാരിച്ചതിന് നടുവിൽ കർത്താവ് ഉയരത്തിലേക്ക് ആരോഹണം ചെയ്തുവെന്നും ഇന്ന് യേശു കർത്താവ് പിതാവിന്റെ വലത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്നും നാം ചിന്തിക്കുകയും കർത്താവിന് ഒരു വേഗത്തിലൊരു മടങ്ങി വരവുണ്ട്, ഒരു രഹസ്യ വരവും ഒരു പരസ്യ വരവും കർത്താവിനുണ്ട് എന്നും നാം ചിന്തിച്ചു. രഹസ്യവരവിൽ ദൈവസഭയെ ചേർക്കുവാനായിട്ടാണ് കർത്താവ് വരുന്നു എന്ന് നാം പറഞ്ഞു. ഈ രഹസ്യവരവിനോട് ബന്ധപ്പെടുത്തി വേദപണ്ഡിതന്മാർ ചിന്തിക്കുന്ന മറ്റൊരു ഭാഗമാണ് ശമൂവേലിന്റെ പുസ്തകത്തിൽ നിന്ന് ദാവീദിന്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ള ഒരു അനുഭവം എന്ന് നാം ചിന്തിക്കുവാനിടയായി തീർന്നു. അബ്ശലോം രാജകുമാരന്റെ പ്രതിസന്ധിയുടെ പ്രശ്നങ്ങളുടെ നടുവിൽ അദ്ദേഹം ഹല്ലേലൂയ മരുഭൂമിയിലേക്കും ഗുഹകളിലേക്കും ഒക്കെ ഓടിപ്പോവുകയും പിന്നീട് യോർദാന്റെ കടവിലേക്ക് രാജാവ് മടങ്ങി വരികയും ചെയ്യുന്ന ഭാഗം നാം ചിന്തിച്ചു. നാം ഇന്ന് വായിച്ച സങ്കീർത്തനത്തിലും ആ ഭാഗമാണ് നാം കാണാൻ കഴിയുന്നത്. 63-ാം സങ്കീർത്തനം മരുഭൂമിയിൽ നിന്ന് എഴുതിയ ഒരു സങ്കീർത്തനമാണ്. ഈ അബ്ശലോം രാജകുമാരന്റെ പ്രതിസന്ധിയുടെ നടുവിൽ ഹല്ലേലൂയ അഭിഷിക്തനായ ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണ് 63-ാം സങ്കീർത്തനം. അതിലും അദ്ദേഹം പറയുന്നത് രാജാവ് തന്റെ ദൈവത്തിൽ സന്തോഷിക്കും, തനിക്കൊരു മടങ്ങി വരവുണ്ടെന്ന് പരിശുദ്ധാത്മാവിൽ പ്രഖ്യാപിക്കുന്ന ദാവീദിനെ നമുക്ക് അവിടെ കാണാൻ കഴിയും. എന്റെ രാജാവ് ദൈവത്തിൽ സന്തോഷിപ്പാനിടയായിത്തീരും. തനിക്കെതിരെ തിരിയുന്നവരെ അധോഭാഗങ്ങളിലേക്ക്, ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ദൈവം തള്ളിക്കളയുമെന്ന് ആ ഭാഗത്ത് നാം വായിക്കുവാൻ ഇടയായി തീർന്നല്ലോ. അപ്പോൾ യോർദാന്റെ കടവിലേക്ക് താൻ ഒരു മടങ്ങി വരവ് നടത്തുന്നു, രാജാവായ ഒരു തിരിച്ചുവരവ് നടത്തുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിപ്പാൻ കർത്താവ് മടങ്ങി വരുന്നു. അതുപോലെയാണ് അദ്ദേഹത്തെ സ്വീകരിപ്പാൻ 3 കൂട്ടർ അവിടെ ഉണ്ടായിരുന്നു. നിരവധി ജനങ്ങളുണ്ട്, അതിൽ 3 കൂട്ടർ പ്രഥമമായി ഉണ്ടായിരുന്നു എന്നാണ് നാം ചിന്തിച്ചത്. അതിൽ ഒരാളെ കുറിച്ച് നാം ചിന്തിച്ചു. പറയാമോ? ആരാ? ശിമയി, അല്ലേ? ശിമയെ കുറിച്ച് നാം ചിന്തിക്കുവാനിടയായിത്തീർന്നു. ഇംഗ്ലീഷിലുള്ള ആ ഭാഗം നിങ്ങൾ വായിക്കുമ്പോൾ വായിച്ചാൽ അവർക്കൊരു സഹായമായിരിക്കും. നിങ്ങൾ ആരും പെട്ടെന്ന് എടുക്കുന്നവരെന്ന് വായിച്ചാൽ ഞാൻ എടുക്കുന്ന ഭാഗങ്ങൾ ഒന്ന് ഓടിച്ച് വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമായിരിക്കും. ഹല്ലേലൂയ. നമ്മൾ 2 ശമൂവേലിന്റെ പുസ്തകത്തിലേക്കാണ് വന്നത്. അതിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഹല്ലേലൂയ ശപിക്കുന്ന ശിമയെ കണ്ടപ്പോൾ ഹല്ലേലൂയ അവനെ കൊന്നുകളയുവാൻ പദ്ധതിയിട്ട് തന്റെ സേനാനായകന്മാരെ തടഞ്ഞിട്ട് ഹല്ലേലൂയ ദാവീദ് പറയുന്ന ഒരു ഭാഗത്തിലേക്കാണ് വന്നത്. ഹല്ലേലൂയ യഹോവ എന്റെ സങ്കടം നോക്കി ഇന്നത്തെ ഇവന്റെ ശാപത്തിന് പകരം എന്നെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവുണ്ട്. സാഹചര്യങ്ങൾ എനിക്കിപ്പോൾ വിരോധമായിരിക്കും, പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരിക്കും. എന്നാൽ ദൈവം എന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദിവസമുണ്ട്, ദൈവം എന്നെ മാനിക്കുന്ന ദിവസമുണ്ട്. എന്നെ ശപിക്കുന്നവർ ശപിച്ചോട്ടെ, ശിമയെ ശപിച്ചോട്ടെ, അവനെ വെട്ടിക്കളയണ്ട, അവനെ കൊന്നുകളയണ്ട. പക്ഷെ എന്റെ സങ്കടത്തെ മനസ്സിലാക്കി എനിക്കൊരു മടങ്ങിവരവ് നൽകുന്ന ഒരു ദൈവമുണ്ടെന്ന് പരസ്യമായി പരിശുദ്ധാത്മാവിൽ പ്രഖ്യാപിച്ച അഭിഷക്തൻ അതുപോലെ തന്നെ യോർദാന്റെ കടവിലേക്ക് രാജാവായി വീണ്ടും അഭിഷക്തനായി മടങ്ങി വരികയാണ്. അപ്പോഴാണ് വീണ്ടും ശിമയെ സമീപിക്കുന്നതെന്ന് നാം കാണുവാൻ ഇടയായി തീർന്നു. വീണ്ടും രണ്ടാമത് രാജാവിനെ സമീപിച്ച ശിമയെ വീണ്ടും കൊന്നുകളയുവാൻ ഹല്ലേലൂയ രാജാവ് തയ്യാറാകുന്നില്ല. വീണ്ടും അദ്ദേഹത്തോട് ഹല്ലേലൂയ രാജാവ് ശ്രമിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിനിടം കൊടുപ്പിൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. ഇത് പഴയ നിയമത്തിലെ ഒരു വാക്യമല്ല, ഇത് പുതിയ നിയമത്തിലെ ഒരു വാക്യമാണ്. 12-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. പ്രതികാരം ചെയ്യുന്ന ദൈവകോപത്തിന് നിങ്ങൾ ഇടം കൊടുപ്പിൻ. നിങ്ങൾ പ്രതികാരം ചെയ്യരുത്, ദൈവകോപത്തിന് ഇടം കൊടുപ്പിൻ. പ്രതികാരം നടത്തുന്നത് യഹോവയായ ദൈവമാണ്, ഞാൻ പകരം ചെയ്യും. 20-ാമത്തെ വാക്യം. എന്നാൽ പുതിയ നിയമത്തിൽ ഹല്ലേലൂയ 19-ാമത്തെ വാക്യത്തിൽ പ്രതികാരം യഹോവയ്ക്കുള്ളതാണെങ്കിൽ ഹല്ലേലൂയ ദൈവസഭയ്ക്കോ ഹല്ലേലൂയ ദൈവവിശ്വാസിക്കോ ഹല്ലേലൂയ ദൈവമക്കൾക്കോ പ്രതികാരം ഇല്ല. പഴയ നിയമത്തിന്റെ കാഴ്ചപ്പാട് കണ്ണിന് പകരം കണ്ണ്,
പല്ലിന് പകരം പല്ല് എന്നുള്ള പ്രമാണമായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ ശത്രുവിന് ഹല്ലേലൂയ പ്രതികാരം ചെയ്യുവാൻ ദൈവസഭയെ വ്യക്തികളെ ദൈവം അനുവദിക്കുന്നില്ല. ഹല്ലേലൂയ. പുതിയ നിയമത്തിന്റെ പ്രമാണം സ്നേഹത്തിന്റെ പ്രമാണമാണ്. അതുകൊണ്ടാണ് പ്രതികാരം ചെയ്യാൻ നമ്മുടെ അകത്ത് തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യരുത്, പ്രതികാരം യഹോവയ്ക്ക് വിട്ടുകൊടുക്കണം. ദൈവം ആ വിഷയത്തിൽ നീതിപരമായി കാര്യങ്ങൾ ചെയ്യട്ടെ. എന്നാൽ 20-ാമത്തെ വാക്യം വീണ്ടും പറയുന്നു, നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്ക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്ക. അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും. ഈ വാക്യം വെച്ച് പറയുകയാണെങ്കിൽ പുതിയ നിയമത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ ജീവിക്കുന്ന ഒരു വിശ്വാസി, ഏതെങ്കിലും വിശ്വാസി നമ്മളെ അമിതമായി സ്നേഹിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവൻ എന്തോ ശത്രുത എന്നോടുണ്ട്. കാരണം എന്താണ്? വിശക്കുന്നത് ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ദാഹിക്കുന്നെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. ഹല്ലേലൂയ. എന്നാൽ അങ്ങനെയുള്ള കൺസെപ്റ്റിലല്ല എഴുതിയിരിക്കുന്നത്. വാസ്തവമായ ഹൃദയത്തിൽ നിന്ന് തന്നെ ചെയ്യണം. പുതിയ നിയമസഭയ്ക്ക്, പുതിയ നിയമ വിശ്വാസിക്ക് ഒരു ശത്രുവേ ഉള്ളൂ, അത് പിശാചാണ്. പിശാച് മാത്രമാണ് അവന്റെ ശത്രു. മറ്റു ശത്രുക്കൾ ബന്ധുക്കാരോ ചർച്ചക്കാരോ ഹല്ലേലൂയ സഭയിലുള്ളവരോ ഹല്ലേലൂയ ആരാധിക്കുന്നവരോ ഒന്നും ശത്രുക്കളല്ല. ഹല്ലേലൂയ. ഒരു പൊതു ശത്രുവേ ഉള്ളൂ, അത് പിശാചാണ്. എന്നാൽ നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ നീ തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. 21-ാമത്തെ വാക്യം, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. നന്മയാൽ തിന്മയെ ജയിക്കുക. ഇവിടെ ദാവീദ് രാജാവ് അതാണ് ചെയ്തത് അല്ലെ. ശിമയെ 2 തവണ കൊല്ലുവാനുള്ള അവസരം രാജാവായ അഭിഷിക്തനായ ദാവീദ് ഉണ്ടായിരുന്നു. ആദ്യത്തെ തവണ തന്നെ കൊല്ലാമായിരുന്നു. ആദ്യം ശ്രമിച്ചപ്പോൾ അബ്ശലോമിനെ വിട്ടോടി പോകുന്ന സമയത്ത് ആരെങ്കിലും ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ആരെങ്കിലും നമ്മളോട് വന്ന് ശാപങ്ങൾ പറഞ്ഞാൽ നമ്മൾ വെറുതെ വിടുവോ? ടെൻഷൻ അടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ശിമയിൽ ശ്രമിക്കുന്നത്. ആ സമയത്ത് അവനെ തട്ടിയെന്ന് പറയാമായിരുന്നു. ആലോചന ദാവീദ് രാജാവ് ശ്രമിച്ചു. വീണ്ടും രാജാവായി യോർദാന്റെ കടവിൽ വരികയാണ്. ആലോചന സർവ്വസന്നാഹങ്ങളോടുകൂടെ രാജകീയ ഭരണം തിരിച്ചെടുക്കാൻ വരുമ്പോൾ വീണ്ടും കണ്ട ശിമയെ അമ്മയെ തട്ടിക്കളയാമായിരുന്നു. ഹല്ലേലൂയ. 2 തവണ ഹല്ലേലൂയ ദാവീദ് ശ്രമിച്ചു. ഹല്ലേലൂയ. പുതിയ നിയമത്തിന്റെ പ്രമാണം ഒരു പക്ഷേ ദാവീദിന്റെ അകത്ത് ഓൾറെഡി പതിഞ്ഞു കാണും അല്ലേ. അന്ന് തന്നെ സ്നേഹത്തിന്റെ പ്രമാണം കൊണ്ട് ഹല്ലേലൂയ ദാവീദ് ശിമയെ ഒന്നും ചെയ്തില്ല. എന്നാൽ ദാവീദ് ശിമയെ കുറിച്ച് വീണ്ടും തന്നെ ശലോമോനോട്, തന്റെ മകനോട് പറയുന്ന ഭാഗങ്ങൾ പിന്നീട് ഒരു വേദഭാഗത്ത് നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. തനിക്കെതിരെ തിരിഞ്ഞ വ്യക്തിയാണ്, ശവിച്ച വ്യക്തിയാണ്, പള്ളു പറഞ്ഞ വ്യക്തിയാണ്, പൊറാകി മണ്ണുവാരി എറിഞ്ഞ വ്യക്തിയാണ്. എന്നാൽ അദ്ദേഹത്തോട് ശവിച്ച് വീണ്ടും അദ്ദേഹത്തിന് വേണ്ടി കാര്യങ്ങൾ ക്രമീകരിക്കുന്ന ഒരു ദാവീദിനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ. എന്നാൽ ദാവീദ് ശവിച്ചു, എന്നാൽ തന്റെ അഭിഷക്തനെ ശപിച്ച ശിമയെ ദൈവം ശപിച്ചില്ല. അതുകൊണ്ടാണ് നമ്മൾ റോമറിൽ വായിച്ചത്, പ്രതികാരം കർത്താവിനുള്ളത്, അവൻ പകരം ചെയ്യും. നിങ്ങൾ മിണ്ടാതിരിപ്പീൻ. അവൻ ദൈവം എന്നറിഞ്ഞുകൊണ്ട് നിങ്ങൾ മൗനമായിരിപ്പീൻ. പ്രതികരിക്കുന്ന ദൈവമുണ്ട്. ദാവീദ് ശപിച്ചപ്പോഴും ദൈവം ശപിച്ചില്ല. ദൈവം ശിമയ്ക്കെതിരെ പ്രതികരിക്കുന്ന ഭാഗം കാണുവാൻ കഴിയുന്നുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യത്തിലേക്ക് വരാം. ബർസില്ലായെ കുറിച്ച്, 2ാമത്തെ വ്യക്തിയെ കുറിച്ച് എനിക്ക് ചിന്തിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ സമയം നമ്മുടെ മുമ്പിലില്ലല്ലോ. ശിമയെ കുറിച്ച് തന്നെ ചിന്തിച്ച് നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യം. ഇത് ശലോമോൻ രാജാവാണ് ശിമയോട് പറയുന്നത്. ശിമയെ ആളയച്ച് വരുത്തുന്നത് ശലോമോൻ രാജാവാണ്. നിശ്ചയമായി നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. ദാവീദ് രാജാവ് ശിമയെ കുറിച്ച് ശലോമോനോട് പറഞ്ഞിരുന്നു, അവൻ അനിഷ്ടമൊന്നും ചെയ്യരുത്, അവന് ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു ചിന്തയിൽ ശലോമോൻ രാജാവ് തന്റെ മകനായിരുന്ന ശലോമോനോട് താൻ അഭിപ്രായപ്പെടുന്നുണ്ട്. അതിന്റെ വെളിച്ചത്തിൽ ആളയച്ച് ശിമയെ ശലോമോൻ വരുത്തുകയും, യെരൂശലേമിൽ നീ വീട് പണിത് പാർത്തുകൊള്ളുക, പക്ഷെ ഒരു ക്ലോസ് അവിടെ വെക്കുന്നുണ്ട്, അവിടെ നിന്ന് പുറത്തെങ്ങും പോകരുത്. ആ ഭാഗം ഇംഗ്ലീഷ് ഒന്ന് വായിച്ച് അവർക്കൊന്ന് കിട്ടുന്നെങ്കിൽ ആ ഭാഗം ഇംഗ്ലീഷ് ഒന്ന് വായിച്ച് നമുക്ക് 36 ഒന്ന് വായിച്ചാൽ. Then the king sent and called for Shimei and said to him, build yourself a house in Jerusalem and dwell there, and do not go out from there anywhere. അവിടെ നിന്ന് പുറത്തിറങ്ങി. അവിടെ നിന്ന് പുറത്തിറങ്ങി പറഞ്ഞ ശേഷം 37-ാമത്തെ വാക്യത്തിൽ പുറത്തിറങ്ങി
എന്ന് തീർച്ചയായും അറിഞ്ഞുകൊള്ളുക. കിദ്രോൻ തോട് കടന്നാൽ, ഒരു ക്ലോസ് ഉള്ളതൊക്കെയാണ്, കിദ്രോൻ തോട് കടന്നാൽ നീ മരിക്കേണ്ടി വരും. നിന്റെ രക്തം നിന്റെ തലമേൽ തന്നെ ഇരിക്കുമെന്ന് കൽപ്പിച്ചു. ഓക്കെ, 42ാമത്തെ വാക്യം. അപ്പോൾ രാജാവ് ആളയച്ച് ശിമെയെ വരുത്തി അവനോട്, നീ പുറത്തിറങ്ങി എവിടെയെങ്കിലും പോകുന്ന നാളിൽ മരിക്കേണ്ടി വരുമെന്ന് തീർച്ചയായി അറിഞ്ഞുകൊള്ളുക എന്ന് ഞാൻ നിന്നെ കൊണ്ട് യഹോവ നാമത്തിൽ സത്യം ചെയ്യിച്ച സാക്ഷീകരിക്കുകയും ഞാൻ കേട്ട വാക്ക് നല്ലതെന്ന് നീ എന്നോട് പറയുകയും ചെയ്തില്ലയോ? ശിമേയുമായിട്ടൊരു ക്ലോസിൽ ഇടപെട്ട, ഒരു ക്ലോസ് സംസാരിച്ച ശലോമോൻ, പുറത്തൊക്കെ പോകരുത്, എനിക്കൊരു വീട് പണിത് യെരൂശലേമിൽ തന്നെ പാർക്കണമെന്നൊക്കെ പറഞ്ഞ് ഒരു കണ്ടീഷനിൽ അവനെ പാർപ്പിച്ച ശലോമോനെ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഒരു ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ഹല്ലേലൂയ. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ശിമയി ഈ ക്ലോസ് ഒക്കെ അങ്ങ് മറന്നുപോയി. ഹല്ലേലൂയ. താഴോട്ട് ഭാഗം വിശദീകരിക്കാൻ സമയമില്ല. അദ്ദേഹത്തിന്റെ 2 ഹല്ലേലൂയ ദാസന്മാർ ഹല്ലേലൂയ കിദ്രോൻ തോട് കടന്ന് മലനാട്ടിലേക്ക് പോയപ്പോൾ അവരെ കണ്ടുപിടിക്കേണ്ടതിനായി തിരിച്ചു കൊണ്ടുവരാനായി ഈ ക്ലോസ് ഒക്കെ കണ്ടീഷനൊക്കെ രാജാവ് വെച്ച കണ്ടീഷനൊക്കെ മറന്നിട്ട് ഹല്ലേലൂയ ശിമയും കിദ്രോൻ തോട് കടന്ന് ഹല്ലേലൂയ അക്കരെ പോകുവാനിടയായി. ഹല്ലേലൂയ. അത് താഴോട്ട് വായിക്കുമ്പോൾ ഹല്ലേലൂയ സംഭവിച്ചത് അതവന്റെ മരണത്തിലേക്ക്, ഹല്ലേലൂയ മരണത്തിന് കാരണമായി തീർന്നു. ഹല്ലേലൂയ. അഭിഷക്തൻ അവനെ കൊല്ലുവാൻ പറഞ്ഞില്ല, പക്ഷെ ദൈവം ഹല്ലേലൂയ ചില കാര്യങ്ങളെ ക്രമീകരിച്ചു കൊണ്ടുവന്ന് ഹല്ലേലൂയ 1ാം തലമുറ കഴിഞ്ഞു, ദാവീദിന്റെ തലമുറ കഴിഞ്ഞ് 2ാം തലമുറയിൽ ശലോമോന്റെ തലമുറയിൽ ഹല്ലേലൂയ പണ്ട് ദാവീദിനെ ശപിച്ച ശിമയെ ദൈവം മറന്നില്ല. Praise the Lord. ഹല്ലേലൂയ. മനുഷ്യൻ മറക്കും, ഹല്ലേലൂയ ദൈവം മറക്കത്തില്ല. ഹല്ലേലൂയ. Praise the Lord. എബ്രായരുടെ ലേഖനം 6ാം അധ്യായത്തിന്റെ 10ാമത്തെ വാക്യം നമ്മൾ വായിച്ചാൽ നാം ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. എബ്രായർ 6:10. ദൈവം നിങ്ങളുടെ പ്രവൃത്തി വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. ഹല്ലേലൂയ. നിന്നെ തൊടുന്നവൻ എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടുന്നുവെന്നാണ് അഭിഷക്തരെ കുറിച്ച് ദൈവാത്മാവ് പറയുന്നത്. ഞാൻ നിന്നെ എന്റെ ഉള്ളങ്കരത്തിൽ വഹിച്ചിരിക്കുന്നു. നിന്നെ തൊടുന്നവൻ എന്റെ കൃഷ്ണമണിയെയാണ് തൊടുന്നത്. ഹല്ലേലൂയ. നിന്നെ ശപിച്ചാൽ അത് എന്നെ ശപിക്കുന്നതിന് തുല്യമാണ്. ഹല്ലേലൂയ. നിന്നെ ശപിച്ചാൽ നീ ശപിച്ചാലും ഹല്ലേലൂയ അടുത്ത തലമുറയിൽ ഞാൻ ശപിക്കുകയില്ല. അടുത്ത തലമുറയിൽ ശലോമോനെ കൊണ്ട് ശിമയെ കൊന്നുകളയുന്ന ഒരു ദൈവം ഇന്ന് രാത്രി വിശ്വസിക്കാമോ? ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ഇബ്രായലേഖനം പറയുകയാണ്, തിരിച്ച് ചിന്തിക്കുക. നിങ്ങൾ ഹല്ലേലൂയ നിങ്ങളുടെ പ്രവൃത്തി വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നത് കൊണ്ട്, ശുശ്രൂഷിച്ചതിനാൽ ദൈവം നിങ്ങളവരോട് കാണിക്കുന്ന സ്നേഹം കൊണ്ട് ദൈവം അത് മറന്നു കളയത്തില്ല. ഒരു ഭാഗത്ത് അഭിഷക്തനെതിരെ ഹല്ലേലൂയ ശുശ്രൂഷകർക്കെതിരെ തിരിയുന്നവനെ നശിപ്പിച്ചു കളയുന്ന ഒരു ദൈവം, എന്നാൽ അതുപോലെ തന്നെ ഹല്ലേലൂയ വിശുദ്ധന്മാരെ സ്നേഹിക്കുന്ന, ദൈവസഭയെ സ്നേഹിക്കുന്ന, അഭിഷക്തരെ മാനിക്കുന്നവരെ മാനിക്കുന്ന ദൈവം. ദൈവത്തിലേക്കാമോ? ഹല്ലേലൂയ. ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാൻ പോകുക. പകരം നൽകുന്ന ഒരു ദൈവമുണ്ട്. Praise the Lord. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പുതിയ നിയമസഭയ്ക്ക് ശത്രുതയില്ല. ഹല്ലേലൂയ. നന്മയാൽ തിന്മയെ ജയിക്കണം, നന്മയാൽ തിന്മയെ ജയിക്കണം. ശകാരത്തിന് പകരം ശകാരം, ദോഷത്തിന് പകരം ദോഷം ചെയ്യാതെ ഹല്ലേലൂയ നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും. പുതിയ നിയമസഭയ്ക്ക് ഒറ്റ പ്രമാണമേ ഉള്ളൂ, അനുഗ്രഹിക്കുന്ന പ്രമാണം. Praise the Lord. Hallelujah. നിന്റെ സഹോദരനോട് പിഴച്ചാൽ, നിന്റെ ദേശക്കാരനോട് പിഴച്ചാൽ, നിന്റെ ചാർച്ചക്കാരനോട് പിഴച്ചാൽ, നിന്റെ കമ്പനിയിൽ ആരെങ്കിലും നിനക്കെതിരെ തിരിഞ്ഞാൽ, നിന്റെ ബോസ് നിനക്കെതിരെ തിരിഞ്ഞാൽ, നിന്റെ കൂടെ വർക്കിയോ നിനക്കെതിരെ തിരിഞ്ഞാൽ, നിനക്ക് അവരെ അനുഗ്രഹിക്കുവാൻ മാത്രമേ പ്രമാണമുള്ളൂ. Praise the Lord. നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും. എന്നാൽ വീണ്ടും അവർക്കെതിരെ വചനം പറയുകയാണ്, പ്രതികാരം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. Praise the Lord. അത് പ്രതികാരം യഹോവയ്ക്കുള്ളതാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുക, ദൈവസഭയ്ക്ക് വേണ്ടി ചെയ്യുന്നതിനെ മറന്നു കളയാത്തൊരു ദൈവം. താഴോട്ട് ചില ഭാഗമുണ്ട്, ഞാൻ വായിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. നിങ്ങൾ ഒരു പാത്രം വെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലം നൽകുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ചെറിയൊരു കാര്യങ്ങൾ ദൈവസഭയിൽ ചെയ്താൽ, ഒരു കസേരയിട്ടാൽ അതിന് പ്രതിഫലം നൽകുന്ന ഒരു ദൈവമുണ്ട്.
ബർസില്ലായെ കണ്ട് അവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം, ഹല്ലേലൂയ, മെഫീബോശത്തിനെ കണ്ട് അവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പകരം നൽകിയ ദാവീദിനെ പോലെ ദൈവസഭയ്ക്ക് വേണ്ടി പകരം നൽകുന്ന ഒരു ദൈവം ഇറങ്ങി വരാൻ പോകുന്നു. ചാനപാടി കർത്താവിനെ ആരാധിക്കാൻ പോകുന്ന സമയത്ത് സ്വന്തരാശിപ്പെടുത്താണ് പ്രത്യാശയോടെ ഭക്തൻ